എല്ലാ ബിഗ് ബോസിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിന് ആ ലാലേട്ടൻ സംസാരിച്ച കാര്യങ്ങൾക്ക് ശേഷം പല മത്സരാർത്ഥികളും അവരുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കും. അത്തരത്തിലാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ മാറ്റിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്താണ് ഈ സീസണിലെ ഏറ്റവും വലിയ ഒരു ഗെയിം പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയും അപ്പാനിക്കൊരു താക്കീത് കൊടുത്തു. പക്ഷെ ആ താക്കീതിനപ്പുറം റെപ്പറ്റേഷനാണ്. കഴിഞ്ഞ ആഴ്ചയും താക്കീത് കൊടുത്തു, അതേ കാര്യത്തിന് ഈ ആഴ്ചയും അപ്പാനിക്ക് താക്കീത് കൊടുത്തു. അതിനപ്പുറം അപ്പാനിക്ക് ലാലേട്ടനുമായിട്ട് സംസാരിക്കാൻ ഒരു കോണ്ടന്റും കിട്ടിയില്ല. അപ്പാനിയുടെ ചൂട് പിടിച്ച് അല്ലെങ്കിൽ അപ്പാനിയുടെ പ്ലാനിങ്ങിലെ കൂട്ടുപ്രതിയായിട്ട് നടന്ന അക്ബറിന് അവിടെ മറ്റു കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അനുമോൾക്കെതിരെ സംസാരിക്കാനും കിച്ചണിലെ കാര്യങ്ങൾ സംസാരിക്കാനും അവസരം കിട്ടി. അപ്പോൾ അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട് അക്ബർ അവിടെ ഒരു നല്ല ഗെയിമറാണ്. തൻ്റെ കൂടെ നിൽക്കുന്നെങ്കിലും അക്ബർ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇവര് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗെയിമറിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ അപ്പാനി എല്ലാം ഇപ്പോഴും കണ്ണടച്ച് അക്ബറിനെയാണ് വിളിക്കുന്നത്. ഇവിടെ മച്ചാമ്പി ഒന്നും കളിക്കാൻ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് ഗെയിം, ബിഗ് ബോസ് ഷോയാണ്. ഇവിടെ ഒരാളെ നിൽക്കത്തോള്, ഒരാളെ എന്തായാലും പുറത്താക്കും. ഈ തരത്തിൽ പോകുമ്പോൾ അപ്പാനിക്ക് ഇപ്പോൾ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട്. അക്ബർ തന്നെക്കാൾ മുമ്പിൽ കയറും, താൻ മിക്കവാറും ഔട്ടാകും എന്നുള്ളൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കണം അക്ബറിനെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പാനി സെൽഫായിട്ടൊരു കളി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ എന്താണെങ്കിലും അപ്പാനിക്ക് പേടിയാണ്. അതുകൊണ്ട് അനുമോളെ കൂട്ടുപിടിക്കാനാണോ അനുമോളെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും ആക്രമിക്കാനാണോ എന്നറിയില്ല. പൊതുവെ നമ്മൾ അപ്പാനി അനീഷ് ആ ഒരു ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഇപ്പോഴും അനീഷ് ഇനി എന്ത് ചെയ്താലും ചെയ്തില്ലേലും അനീഷിനെ അങ്ങ് കണ്ണടച്ചറഞ്ചം പുറഞ്ചം ടാർഗറ്റ് ചെയ്യും. അങ്ങനെ അനീഷിനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് അത് ഡീൽ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ നല്ലൊരു രീതിയിലാണ്. ഇത് കാണുന്നുണ്ട്. അതിന് ഷാനവാസിനെ ലാലേട്ടൻ അപ്രിഷ്യേറ്റ് ചെയ്തത് നമ്മൾ കണ്ടു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടന്നിട്ടും അപ്പാനിക്ക് അതൊന്നും മനസ്സിലായില്ല. ഈ ആഴ്ച അപ്പാനി അനീഷിന്റെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പാനി നമ്മുടെ അനീഷിന്റെ അടുത്ത് ഇടപെട്ട രീതിയാണോ ഇനി അനുമോളോട് കാണിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് ഈ ആഴ്ച കാണണം. അതിന്റെ ആദ്യഘട്ടം എന്നോണം ആര്യൻ ക്യാപ്റ്റൻ ആയല്ലോ. അപ്പോൾ ആര്യനോട് പറയുകയാണ് അനുമോളെ കിച്ചൺ ടീമിലിടണം. അനുമോളെ മാത്രമല്ല ആദില, നൂറ, നെവിൻ ഇവരെയൊക്കെ കിച്ചൺ ടീമിലിടണം. അതാദ്യം പറഞ്ഞു തീർത്തതിന് ശേഷം പിന്നെ ആര്യനോട് എന്നെയും കൂടെ കിച്ചൺ ടീമിലിടണം. ഞാൻ കിച്ചൺ ടീമിലുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആര്യനെ വെച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആര്യനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യന് ശരിക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു എബിലിറ്റി മാത്രമേ ആര്യനിൽ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയാണ് ആര്യൻ. കാരണം എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒരു ഗെയിം ഒന്നും, വേറെ പേഴ്സണൽ ഗെയിമുകളോ പേഴ്സണാലിറ്റി ആ ഒരു നമ്മുടെ മൈൻഡ് ഗെയിമുകളോ ചാലഞ്ചുകളോ ഒന്നും ആര്യന് പ്രത്യേകിച്ചില്ല. ജിസയിലുമായിട്ട് കൂട്ടുകൂടി ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരുടെ അടുത്തും കൂട്ടുകൂടുന്നുണ്ട്, നല്ലൊരു ഹ്യൂമൻ ആണ്, നല്ലൊരു ഹ്യൂമാനിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനിയുടെ ഈ ഒരു കുഴിയിൽ ആര്യൻ വീണു. പക്ഷേ അടുത്തൊരു രാത്രി ആ ഒരു ലൈവില് അപ്പാനി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം അനുമോളുമായിട്ട് വഴക്കടിക്കാനല്ല എന്നൊരു തരത്തിലാണ് സംസാരിക്കുന്നത്. അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് ഒന്ന് കൂട്ടുകൂടണം. അതെന്തായാലും അനുമോളുമായിട്ടുള്ള ആ ഒരു പ്രശ്നം തീർത്ത് കൂട്ടുകൂടുക എന്ന് പറയുന്നത് അവിടെ പോസിബിൾ ആകില്ല. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഒറ്റയ്ക്ക് കളിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഇനി അപ്പാനിയെ കൂട്ടുപിടിച്ച് അനുമോൾ നിന്നാൽ കൂടിയും അനുമോൾക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും. അത് ഓൾറെഡി നമ്മൾ കണ്ട കാര്യമാണ്. അപ്പാനിയും അനുമോളും കൂടെ അനീഷിന് വേണ്ടി കളിച്ചപ്പോൾ പോലും അനുമോളുടെ ഒരു സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും അപ്പാനി അനുമോളുടെ പിന്നാലെ പോകുന്നതിന് എന്ത് കാരണം എന്ന് നമുക്ക് ഇപ്പൊ ഈ ലൈവ് കണ്ടതിന്റെ ആ ഒരു ബേസിസിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിയില്ല. ഒന്നുകിൽ അനുമോളിനെ ടാർഗറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിന്നാൽ കുറച്ച് കോണ്ടന്റ് കിട്ടും എന്ന ഒരു ധാരണയിൽ. അപ്പൊ ഏതാണെങ്കിലും അത് അപ്പാനി ഇപ്പൊ വാഗൊണ്ട് പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അനുമോള് നല്ല രീതിയിൽ തന്നെ കളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം 1-2 വട്ടമെങ്കിലും ഈ ശൈത്യയും എന്തായാലും തിരിച്ചു കൊത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ ശൈത്യയെ തിരിച്ചറിയുന്ന സമയത്ത് ആളൊന്ന് ഡൗൺ ആവുമെങ്കിലും അനുമോള് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അക്ബറും അപ്പാനിയും തമ്മിലുള്ള ഒരു ഫൈറ്റും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുകൂടെ പറയാനാണ് വന്നത്. കാരണം അക്ബർ ഈ പറയുന്ന അപ്പാനി അനുമോളുടെ കൂടെ ഫൈറ്റ് ചെയ്യാനാണെങ്കിലും കൂട്ടുകൂടാനാണെങ്കിലും അതിനെ അക്ബർ എങ്ങനെയാണ് നേരിടുന്നതെന്ന് അറിയില്ല. ഈ അക്ബറും അപ്പാനിയും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്.
ലാലേട്ടൻ പോയതിനു ശേഷം അക്ബറും അപ്പാനിയും മാത്രമായിട്ട് ഒരു സോഫയിൽ രണ്ടുപേരും കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം, എന്നാലും അളിയ അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എന്തൊരു വൃത്തികെട്ട കാര്യമാണത് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതെല്ലാം അപ്പാനിയാണ്. അതേപോലെ അറ്റ് ദ സെയിം ടൈം ഷാനവാസിനെ കുറിച്ചും, ഷാനവാസിനെ നമ്മുടെ ലാലേട്ടൻ കുറച്ച് പുകഴ്ത്തിയാണ് ഇന്നലെ സംസാരിച്ചത്. അത്രയും ഷാനവാസ് നല്ലൊരു ഗെയിമറാണ്. അപ്പോൾ ആ ഒരു കാര്യം അപ്പാനിക്കും അക്ബറിനും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഷാനവാസിന് കിട്ടിയ ആ ഒരു അംഗീകാരം അത് അപ്പാനിക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പാനിക്ക് ആകെ കിട്ടിയത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യം, കുറച്ച് അഗ്രസീവ്നെസ് കുറയ്ക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ശരി, അപ്പാനിയുടെ ഈ ഒരു പ്ലാനിങ് അത് വർക്കൗട്ട് ആകുമോ, അനുമോൾ അതോ തേച്ചൊട്ടിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. ഈ അപ്പാനി പ്ലാൻ മാത്രമായിട്ട് പോകുന്നു എന്നുള്ളത് തുടക്കം തൊട്ടേ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെക്കും കേട്ടോ, പക്ഷെ ഉള്ളിലൊരു പൂച്ചക്കുഞ്ഞിൻ്റെ മനസ്സാണ്. അത്തരത്തിലൊരു പാവമാണ് അപ്പാനി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഗെയിമിൽ നമുക്ക് ആ പാവത്താനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയേച്ചും വരാം. ബൈ.